പാൽ കേക്ക് പറഞ്ഞ സാധനം കേട്ടിട്ടല്ല. ഇതേ പാൽ കേക്ക് എന്ത് ടേസ്റ്റാ. ഞാൻ ആദ്യമായിട്ട് എത്ര ടേസ്റ്റിൽ കഴിക്കണേ. എന്തോ ഇത് അജീഷ് ചേട്ടാ പറഞ്ഞു കൊടുത്താ പ്രശ്നം. നാളെ ഒറ്റയ്ക്ക് എനിക്ക് വേണം. എനിക്കും നോക്കും കൂടി അത്. ഓനോട് കരുത്. പോലീസ് പിടിച്ചോണ്ടോ കളിച്ചാല്. ഏതാ സാധനം നോക്ക അജീഷ് ചേട്ടാ. അടുത്ത മതി. എന്ത് ടേസ്റ്റ് അല്ലേ. ഇത് എങ്ങനെയാ അജു എനിക്ക് മനസ്സിലായത്? നാട്ടിലുണ്ടോ? ഇത് ഏതുപോലെ ഉണ്ടെന്ന് അറിയോ? നല്ലൊരു വട്ട സാധനം കിട്ടൂലേ, നെയ്വട. അതിന്റെ ടേസ്റ്റുള്ള പാൽ കേക്ക്. അക്കൂന് മതി. ഇതിലേ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാൻ നിർത്തി കേറിയതാട്ടോ ഞങ്ങള്. അത്ര നല്ല സാധനങ്ങളൊന്നും അല്ല, എന്നാലും അതെന്താ കാരണം എന്നറിയോ? ഇന്നലെ 12 മണിക്ക്, രാത്രി 12 മണിക്ക് ആയുവിന് വീട്ടിൽ വന്ന് കളിക്കണമെന്ന് വാശി. അപ്പൊ ആയുവിന്റെ അമ്മ പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അമ്മ നാളെ നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുതരും, കുട്ടിക്ക് അറിയാതെ പോന്ന് പറഞ്ഞു വീട്ടിക്ക്. അല്ല, ആ നേരത്ത് സ്റ്റോപ്പ്. കണ്ണീരെ കൊണ്ട് നിന്നു. ആയു കരഞ്ഞു വാശി പിടിച്ച് ആയു കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ അമ്മ ഗിഫ്റ്റ് തരട്ടോ, നല്ല മോനാണെന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ സുഭാഷ് ഏട്ടൻ വഴിയിൽ നിന്ന് എന്നെ വിളിച്ച് പറയാണ്, മര്യാദക്ക് എന്തെങ്കിലും വാങ്ങിച്ചു വന്നോ. അപ്പൊ സൂ പറയുന്നുണ്ട് അവിടെ സോഫിയാമ കയറി ഈ അമ്മ വരണോ നോക്കിയിരിക്കുന്നുണ്ട്, വേഗം എന്തേലും വാങ്ങിച്ചിട്ട് വന്നോന്ന് പറഞ്ഞു. ഇതൊക്കെ ശ്രീമോള് വാങ്ങിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് എന്റെ പൈസ എടുക്കണേ. എന്റെ കയ്യില് ചില്ലറല്ലോ. പൂത്തി വെച്ചോ. ഇത് മറ്റേ എന്താണ്, നിധി കാക്കണ ഭൂതാണ്. പൊക്കോണം അവിടെ നിന്ന് കേട്ടോ. അതും കഴിഞ്ഞു. ആ കാർഡ് കൂടെ എടുക്കും. എന്റെ കാർഡ് ആരായില്ല കൊണ്ടുപോ. ശ്രീ ഉള്ളാട്ടിലിന്റെ കാർഡാണ് ഇരിക്കുന്നത്. ഇത് ഷോക്ക് തന്ന സാധനം, അതിൽ പൈസ എടുക്കാനല്ല. ഇതെന്താ ആരാ പേരാ? ഇതിലെന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കണം അജുവിനെ. രണ്ടാളെ കാർഡ് ഉണ്ട് ഇതാക്കണ്. ഇപ്പൊ കണ്ടോ അജീഷ് ചേട്ടാ, കാര്യം വ്യക്തമായില്ലേ? ഞാൻ ഇന്നൊരു 1000 എടുക്കട്ടെ. എടുത്തോ ഇറങ്ങി പോട്ടെ അജീഷ് ചേട്ടാ. ബൈ. കഞ്ചു എന്റെ അമ്മായി, എന്റെ അമ്മായി ശ്രീമോളമ്മായി ഒരു അമ്മായി ആണോ? അച്ഛനെ വിളി പോടാ. ഇനി ആയുവിനെയും നന്ദനെയും കാണുമ്പോൾ ഒന്നും വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ റിയാക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ വീടൊക്കെ തല തിരിച്ചു വെച്ചിട്ടുണ്ടാവും. കല്ലുവിന്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കണേ. എന്ത് ആ ഒച്ചൊന്ന് കുറയ്ക്കോ? കല്ലൂസാണ് കേട്ടോ വീഡിയോയില്. എന്താ പൊന്നോ? എന്ത് സർപ്രൈസ്? ഈ അമ്മ എപ്പ പറഞ്ഞു? സ്വപ്നം കണ്ടാവോ? ഈ ഉറങ്ങുമ്പോളാ കണ്ടേ? ഇന്നലെ ഉറങ്ങുമ്പോളോ? ഇവ സ്വപ്നം കണ്ടോന്നെന്താ? ഇവ സ്വപ്നം കണ്ട് പറയാണോ ഈ അമ്മ സർപ്രൈസ് എന്നൊക്കെ പറയുന്നത്? എന്താ എന്തായോ ഈ പറയണേ? എന്ത് എങ്ങനെ പണിപാളി? അതാണോ പണിപാളിയത്? ആയോ ഈ എന്തൊക്കെയാ ഈ പറയണേ? ഈ സ്വപ്നം കണ്ടോ? എന്തിന്? ആ ബെഡില് കടല തട്ടി മറിച്ച്. അപ്പൊ അതൊന്ന് എടുത്തു വെക്കി. എടാ ഈ സ്വപ്നം കണ്ടതാ അവിടെ. ഞാൻ എന്നോട് പറഞ്ഞോ? എപ്പോ? ഉറങ്ങുമ്പോ ആരെങ്കിലും പറയോ? ഉറങ്ങുമ്പോ ആരാ പറയും? ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ വന്ന് പറയോ? പറഞ്ഞിട്ടേന്നോ? നാളെ മതിയോ? ഈ അമ്മ ഇപ്പൊ വന്നില്ലേ? ഈ അമ്മേന്റെ കയ്യിൽ നിന്ന് എവിടെ നാടാ സർപ്രൈസ്? അമ്മ പോകുമ്പോ കരഞ്ഞില്ല അല്ലെ? ഞാൻ പോകാതിരിക്കാൻ മാക്സിമം നാടകമൊക്കെ ഉണ്ടാക്കിയത് അവിടെ. എന്നിട്ട് ഞാൻ ഇട്ടേച്ച് പോയതാണ് എന്നെ. നാളെയും
കൂടി ഒരു ദിവസം പോകും, എന്നിട്ട് പിന്നെ 2 ദിവസം ലീവ് എടുക്കും. ഓക്കെ? ഇപ്പൊ തന്നെയല്ല, നാളെ നമ്മൾ ഇപ്പൊ ഉറങ്ങി എണീറ്റിട്ട് നാളെ ഒരു ദിവസം കൂടി ഡ്യൂട്ടിക്ക് പോകും. എന്താ എല്ലാരും കൂടി നീയമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ? അപ്പൊ നിങ്ങളൊക്കെ എന്നെങ്ങനെ വിഷമിപ്പിക്കാൻ പാടുവോ? ഇഷ്ടാ? അന്ന വിഷമിപ്പിക്കല്ലേ. ഇനി എന്നോട് സർപ്രൈസ് ചോദിക്കുവോ? ഇല്ല, നല്ല കുട്ടിയല്ലേ. തൽക്കാലം സർപ്രൈസ് ആയിട്ട് കണ്ണടക്കി ഒരു ഉമ്മ തരാം. ഇതാണ് സർപ്രൈസ്. ഓക്കെ? സന്തോഷായോ? എന്താ ആണക്കും തരാം. ആണക്കും തന്നു. അമ്മ എടുക്കാൻ ഞാൻ യൂണിഫോം മാറ്റട്ടെ വരട്ടെ. ആയുവിന്റെ അടുത്ത് പോയിരിക്കും. എങ്ങനെ മുറിയായത്? നന്ദേന്റെ കാല് മുറിയായില്ല. എങ്ങനെ മുറിയായേ? സ്കൂളിൽ പോകുമ്പോ മുറിയായി. രണ്ടാളൊന്ന് കണ്ണടച്ചേ. നിലത്തിരുന്നിക്ക്. ആയുവിന്റെ അടുത്തിരിക്കും. കണ്ണടച്ചേ. കണ്ണടക്കണം. കണ്ണ് തുറക്കരുത്. കണ്ണ് തുറന്ന എങ്ങനെ അക്കു ഈ വലിയ പോത്തുകുട്ടി അതിനിടയിൽ വന്നിരുന്നേ? എങ്ങനെയാ ഈ എല്ലാത്തിനും 3 എണ്ണം എന്നുള്ള കണക്ക്? ഇത് 3 എണ്ണം അക്കുച്ചേട്ടൻ വീതിച്ചു തരും. 3 ആക്കുണ്ട്. ഇനി വേറൊരു സാധനം കൂടി ഉണ്ട്. 2 ആക്കും സർപ്രൈസ്. ആയു കണ്ണടക്കി. ഹാപ്പി ആയില്ലേ? ഓക്കെ? നന്ദി കാണിച്ചോണ്ടാ.